അപ്പം നാളേക്ക് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് ഒരു 2.5 ഗ്ലാസ് അരി, ഒരു 1.25 ഗ്ലാസ് ഉഴുന്നും ഇട്ട് വെച്ച് ഈവനിങ്ങിൽ നമ്മൾ അടിച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഉഴുന്നും അരിയായിട്ട് അടിച്ചെടുക്കാം. ഞാനതിൽ കുറച്ച് ചോറൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ആ വെള്ളം തന്നെയാണ് ഞാൻ ഉഴുന്നിന് വെച്ച വെള്ളം തന്നെയാണ് ഞാൻ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റെപ്പ് അടിച്ച് വന്നു. അങ്ങനെ ഒരു 3 സ്റ്റെപ്പ് എനിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ബാക്കിയുള്ള അരി ഇതിലത്തെ കുറച്ച് ഉഴുന്നും കൂടി ഒന്ന് പിന്നെ ജാറ് നിറയും. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉഴുന്നും ചോറ് കൂടി ഇഡ്ഡലിരിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ചോറ് ചേർക്കുന്നത്, അല്ലെങ്കിൽ അവില്ല എന്തെങ്കിലും ചേർത്താൽ മതി, ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും എൻ്റെ കയ്യിൽ ഉലുവ പൊടിയാണുള്ളത്, അപ്പോൾ ആ പൊടി ഞാനൊരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇത് രണ്ടാമത്തെ കൊണ്ടുവന്ന് അടിച്ചു. ഞാൻ ബാക്കിയുള്ള ഉഴുന്നും ചോറും കൂടി അടിക്കുക. അത് കളറ് ഇങ്ങനത്തെ ചോറാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലിക്ക് കളർ ഉണ്ടാവുന്നു മാത്രമേ. ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നന്നായി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ കിടക്കണ നേരമാകുമ്പോഴേക്കും ഞാൻ ഒരു 4 മണിക്കാണ് ഇത് അടിച്ച് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കിടക്കുന്ന നേരം ഒരു 10 മണിയാകുമ്പോഴേക്കും അത് ആയി കിട്ടും. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും മതി. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നല്ല ചൂടല്ലേ, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായി വന്നിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അത് തണുക്കാൻ വയ്ക്കാം. മറ്റുള്ള നമുക്ക് വെച്ച് അപ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചാൽ വയ്ക്കുക. കാരണം ആ അടിഭാഗം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാകും ഞാൻ തട്ട് വയ്ക്കുന്നുണ്ടാകും, ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വയ്ക്കില്ല, ഒന്ന് തിരിച്ചാൽ വയ്ക്കണം. അപ്പോൾ ആ ഇഡ്ഡലിനെ കൊള്ളില്ല. അപ്പോൾ നല്ല ഇഡ്ഡലിയായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചോറ് ചേർത്തുന്നുള്ളതുണ്ട് വേറെ തീർച്ചയായും. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യണത് തന്നെയാണ്. ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സാമ്പാറും പിന്നെ ചട്നിയാണ് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വയ്ക്കുമ്പോൾ അടിഭാഗം ഒന്നും നമ്മൾ മറ്റേ ഇഡ്ഡലിമ കൊള്ളില്ല, നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം കൊണ്ടിട്ട് പിന്നെ അത് പൊട്ടിപ്പോയി. നല്ല ഇഡ്ഡലിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തട്ട് വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സ്വല്പം എണ്ണ പറ്റിയാലൊക്കെ നല്ലതാണ്. പിന്നെ കഴുകിലൊക്കെ തന്നെ ഉപയോഗിക്കുക ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതായിട്ട് കിട്ടി. ഇതാണ് നമ്മുടെ ഇഡ്ഡലി. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.